ഇന്ന് നമുക്കൊരു അടിപൊളി പ്ലേറ്റഡ് കുർത്തി സ്റ്റിച്ച് ചെയ്താലോ? സാരി ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ കാണാൻ നല്ല അട്രാക്റ്റീവാണ്. പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഒരു 3 മീറ്റർ ലൈനിങ്ങും കൂടി ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എൻ്റെ സൈഡിലേക്ക് ക്ലോസ്ഡ് സൈഡാണ് വരുന്നത്, മറ്റേ സൈഡിലേക്ക് ഓപ്പൺ സൈഡ്. ആദ്യം ഒരു ബോർഡർ വരച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ലെങ്ത്ത് 14 ഇഞ്ചുമാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 15 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ലൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആം ഹോള് 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ചെസ്റ്റ് മെഷർമെൻറ്റ് 9.25 ഇഞ്ച്, 9.5 ഇഞ്ചാണ്. 9.5യുടെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്ക് ഡിസ്റ്റൻസ് 3 ഇഞ്ച്, ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് സ്ലോപ്പ് അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല ഇതിൽ. ഇനി നമുക്കത് തയ്യൽ തുമ്പൊക്കെ വിട്ടിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് 9 ഇഞ്ച് വരുന്നുണ്ട്. 9 ഇഞ്ചാണ് ആം ഹോൾ കർവ്. ഇനി വേസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 8 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. 1/2 ഇഞ്ച് ഞാൻ ടക്കിനും കൂടി ചേർത്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരു കാര്യം നമ്മളിതിൽ മറന്നു പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ആം ഹോള് കുഴിച്ചെടുത്തില്ല. അത് കട്ടിങ്ങിന് ശേഷം നമുക്ക് ചെയ്യാം. ഫുള്ള് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യണം. ഒരു 1/2 ഇഞ്ച് ഇതാ ഇങ്ങനെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അതൊരു ലൈനായിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പം വരച്ച പുതിയ ലൈനിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫ്രഞ്ച് കർവ് ഇതാ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിഞ്ഞ് വരുന്ന രീതിയിൽ വരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ, അത് നമുക്കൊന്ന് നോച്ചിട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുത്തതും നമുക്ക് നോച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എല്ലാ സൈഡിലും എടുത്തിട്ടാണ് ബാക്കിനും ഫ്രണ്ടിനും ലൈനിങ് കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ നെക്ക് ഞാൻ ലൈനിങ്ങിൽ വരച്ചെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്ക് ഡിസ്റ്റൻസ് 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചുമാണ്. ഫ്രണ്ടിനും ബാക്കിനും ഒരേ നെക്ക് ലെങ്ത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യാസമായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡിലേക്ക് വെച്ചിട്ട് പിൻ ചെയ്തെടുക്കാം ഇങ്ങനെ. എന്നിട്ട് നമുക്ക് റൗണ്ടിൽ ബാക്കും ഫ്രണ്ടും അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതാ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. നെക്കൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് കാണിക്കാത്തത്. ഇനി ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കറക്റ്റായിട്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് പതിച്ച് അടിച്ചെടുക്കാം. 2 നെക്കും ഇതാ പതിച്ചടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിനെ അങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഫ്രണ്ട് സൈഡ് എടുത്തിട്ട് നമുക്ക് മെയിൻ ക്ലോത്തുമായിട്ട് ലൈനിങ്ങിനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ള് ചുറ്റും അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഫ്രണ്ട് സൈഡിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. ഫ്രണ്ട് സൈഡിൻ്റെ നല്ല സൈഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ബാക്ക് സൈഡിൻ്റെ നല്ല സൈഡ് വെച്ചിരിക്കുകയാണ്. ബാക്ക് സൈഡിൻ്റെ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല മെയിൻ ക്ലോത്തുമായിട്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അറിയാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് നമുക്ക് ബാക്ക് ഭാഗവും കൂടി നമുക്ക് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡ് എടുത്ത് വെച്ചിട്ട് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് 4 ഇഞ്ചാണ് നമ്മൾ 2 സൈഡിലേക്കും ടക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. 3.5 ഇഞ്ച് ലെങ്ത്തുമാണ് ടക്കിന് നമ്മൾ കൊടുക്കുന്നത്. 1/4 ഇഞ്ച് 1/4 ഇഞ്ച് 2 സൈഡിലും, അങ്ങനെ ഒരു സൈഡിൽ 1/2 ഇഞ്ചാണ് നമ്മുടെ ടക്കിൻ്റെ വീതി വരുന്നത്.
ടക്ക് വരച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ ടക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് വേണ്ടത്. സ്ലീവ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി മെയിൻ ക്ലോത്ത് ഞാനിവിടെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ ബോർഡർ വരുന്ന രീതിയിലാണ് ഞാൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴെ ഒരു ബോർഡർ ലൈൻ അങ്ങ് വരച്ചു കൊടുക്കണം. ഇനി ടോട്ടൽ ലെങ്ത്ത് എടുത്തു കൊടുക്കുകയാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ടോട്ടൽ ലെങ്ത്ത് എടുത്തു കൊടുക്കുക. ഞാനിവിടെ 16 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 15 വേണ്ടത്. നമ്മൾ ഇവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. 9 ഇഞ്ച് നമുക്ക് വിട്ടെടുക്കാം. അതായത് നമ്മുടെ ആം ഹോൾ കർവായ 9 ഇഞ്ച്. ഇനി 3.5 ഇഞ്ച് താഴേക്ക് നമുക്ക് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതെല്ലാവർക്കും ഒരേ അളവാണ്. എന്നിട്ട് നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ നിന്നും ഒരു 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി കോർണറിൽ നിന്നും 8.5 ഇഞ്ച് ഈ ലൈനിൽ എവിടെയാണ് വരുന്നതെന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്യുക. 8.5 ഇഞ്ച് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ 9 ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ കർവ്. അതിൽ നിന്നും 1/2 ഇഞ്ച് മൈനസ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ പോയിൻറ്റും നമ്മുടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റ് കോർണറിലേക്കല്ല 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആം ഹോൾ സ്ലീവ്സിൻ്റെ ആം ഹോൾ വരച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കണം 9 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന്. അതിനുശേഷം നമുക്ക് താഴെ എൻഡാണ് സ്ലീവ് എൻഡ് മാർക്ക് ചെയ്ത് കൊടുക്കണം. 5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തയ്യൽ തുമ്പും ഒക്കെ ഇങ്ങനെ അങ്ങ് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ചെടുക്കണം. ഫ്രണ്ട് സ്ലീവിൻ്റെ ആം ഹോള് ഓക്കെ, അതും 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കറക്റ്റായിട്ട് ഫ്രണ്ട് എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോൾ 2 സ്ലീവ്സിൻ്റെ ഫ്രണ്ട് എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ നമുക്കൊരു നോച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ 2 സ്ലീവ്സും റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ കറക്റ്റായിട്ട് ലൈനിങ്ങും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് ഇവിടെയുള്ളത്. ഇനി നമുക്കിതാ കറക്റ്റായിട്ട് ഈ സ്ലീവ്സ് നമ്മുടെ യോക്ക് പാർട്ടുമായിട്ടങ്ങ് ജോയിൻ ചെയ്ത് എടുക്കാം. നമ്മുടെ സ്ലീവ്സും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ് റെഡിയാക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പീസിൻ്റെ വീതി എന്ന് പറയുന്നത് 80 ഇഞ്ചാണ്. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ട് സൈഡിലെ വേസ്റ്റിൻ്റെ നീളം എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അതിൻ്റെ 4 ഇരട്ടി 80 ഇഞ്ചാണ് നമുക്ക് യോക്ക് പാർട്ടിലേക്ക് വേണ്ടത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിനും ഒരു പീസ് 80 ഇഞ്ച് വീതിയിൽ വേണം. നീളം 34.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ലെങ്ത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. നമുക്ക് സാരി പല പീസ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും വിട്ടിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നല്ല പ്ലീറ്റ്സ് കിട്ടണമെങ്കിൽ ഇത്രയും തന്നെ വിട്ടെടുക്കുന്നതാണ് നല്ലത്. ഇനി പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അതിനുശേഷം 2 ഇഞ്ച് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് വീതിക്ക് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ഇഞ്ചാണ് പ്ലീറ്റ് ഇൻസൈഡ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 1 ഇഞ്ചിൽ നമ്മൾ തയ്യൽ തുമ്പ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ 2 ഇഞ്ചിൽ നിന്ന് കറക്റ്റായിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മൾ നേരത്തെ 1 ഇഞ്ചിൽ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ, അവിടെ നിന്നൊരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഈ പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് അടുത്ത 2 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുത്തിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പാണ്. ആദ്യത്തെ പ്ലീറ്റും രണ്ടാമത്തെ പ്ലീറ്റും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. അങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത പ്ലീറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം തന്നെ ഇട്ട് പോയാലും കുഴപ്പമില്ല. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്ലീറ്റ്സുകൾ കിട്ടും. അതുകൊണ്ടാണെങ്കിൽ 2 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് ഇട്ട് പോകുന്നത്. അങ്ങനെ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള സ്കേർട്ട് പാർട്ടിൻ്റെ പ്ലീറ്റ്സുകൾ ഇട്ടിട്ട് ഫുൾ അയൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഫുള്ള് പ്ലീറ്റ്സ് ഇട്ടിട്ട് അയൺ ചെയ്ത് താഴെ വരെ ഓരോ പ്ലീറ്റ്സും പിടിച്ച് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് സൈഡിലേക്കുള്ള സ്കേർട്ട് പാർട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും ചെയ്തെടുക്കണം. ഇനി നമുക്ക് ലൈനിങ് ആണ് വേണ്ടത് സ്കേർട്ട് പാർട്ടിന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 34.5 ലൈനിങ് 1 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്, 33.5. എന്നിട്ട് നമ്മളിതാ
4ആയിട്ട് മടക്കിയാണ് ലൈനിങ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സ്കേർട്ടില്ലേ, മെയിൻ സ്കേർട്ട്, അതിനെ 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണെന്ന് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ലെങ്ത്ത് നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 10 ഇഞ്ചാണ് വരുന്നത്. എന്നിട്ട് ആ ലെങ്ത്തിൽ നിന്ന് നേരെ നമ്മൾ താഴെ കോർണറിലേക്ക് അങ്ങ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് മുകൾ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 ലൈനിങ് കിട്ടിയിട്ടുണ്ട് സ്കേർട്ടിന്. ഇനി ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചേക്കാം. മടക്കി അടിച്ചതിന് ശേഷം മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യണം. മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വച്ചിട്ട് നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതാ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിനും ഫ്രണ്ടിനും വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ യോക്ക് പാർട്ടിലേക്ക് സ്കേർട്ട് പാർട്ടും യോക്ക് പാർട്ടും കൂടി ഒന്നിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത്രയും കൂടി ഉള്ളൂ. യോക്ക് പാർട്ട് ഞാനിവിടെ റോങ് സൈഡ് ഫ്രണ്ടിലായിട്ട് മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ റോങ് സൈഡും കൂടി കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഡബിൾ സ്റ്റിച്ച് ഇട്ട് നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും ഒന്നിച്ച് ബാക്കിനും ഫ്രണ്ടിനും വേണ്ടിയിട്ട് നമുക്ക് അങ്ങ് ജോയിൻ ചെയ്ത് എടുക്കാം. ഓക്കെ, ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡ് ജോയിൻ ചെയ്തിട്ടില്ല, ബാക്കിനും ഫ്രണ്ടിനും മാത്രമാണ് ജോയിൻ ചെയ്തത്. നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഞാനിതാ സ്ലീവ് മുതൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. സ്ലീവ് മുതൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വേസ്റ്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം 4 ഇഞ്ച് വേസ്റ്റിൻ്റെ താഴേക്ക് സ്കേർട്ട് പാർട്ടിലേക്ക് 4 ഇഞ്ച് വരെ നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒന്നിച്ച് വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ ലൈനിങ്ങിനെ അങ്ങ് മാറ്റിയിട്ട് മെയിൻ ക്ലോത്ത് മാത്രം ഒന്നിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ, അതിൻ്റെ കുറച്ച് മുകളിൽ നിന്ന് മെയിൻ ക്ലോത്ത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് താഴെ വരെ അങ്ങ്, അതുപോലെ തന്നെ ലൈനിങ് നമുക്ക് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആണ്.